ശുഭരാജ് ഗോകുൽ, ഈ സൂര്യൻ കെട്ടുപോയി, ജനങ്ങൾ വെറുത്തുപോയി, ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് എത്തി, ഇതൊക്കെ പഞ്ച് ഡയലോഗിന്റെ പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. പഞ്ച് ഡയലോഗായി ആവർത്തിക്കപ്പെടും എന്നുള്ളതിനപ്പുറത്ത് ദീർഘകാലത്ത് അതൊരു വലിയ പ്രശ്നമായി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ദീർഘകാലമായി നീറിപ്പിടിച്ച് കിടക്കാൻ പര്യാപ്തമായ ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. അത് പോലീസ് വർഗീയ നിലപാട് സ്വീകരിക്കുന്നു. ഈ പോലീസിൽ നിന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒരു തരത്തിലുള്ള പരിരക്ഷയും കിട്ടുന്നില്ല, അനീതി കിട്ടുകയാണ്. RSS വൽക്കരണം പോലീസിൽ നടന്നു. ഇത് CPM-നെ പോലൊരു പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ബേസിനെ തന്നെ ചോർത്തിക്കളയാൻ പര്യാപ്തമായ വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഉണ്ടാക്കാൻ കഴിയാവുന്ന പരാമർശങ്ങളാണ്. അത് കുറെ കൂടി ആഴത്തിൽ ഒരു പക്ഷേ ആ പാർട്ടിയുടെ പ്രവർത്തകർക്കിടയിലും അവരെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിലും നീറി കിടന്നേക്കാം. എന്ത് ഈ വാർത്താ സമ്മേളനം വഴി അൻവർ നേടും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇവിടെ ഉന്നയിക്കപ്പെട്ട RSS ബാന്ധവം, സംഘപരിവാർ ബാന്ധവം, RSS വൽക്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? അഭിലാഷേ, എനിക്കത് താങ്കളോടൊരു ചെറിയ വിയോജിപ്പുണ്ട്. എനിക്കൊന്നും പഞ്ച് ഡയലോഗായിട്ടല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കിത് മേലെപ്പറമ്പിൽ ആൺവീടിൽ ജഗതി എന്താ എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറയുന്ന പോലെ, എൻ്റെ സൂര്യൻ ഇങ്ങനല്ല എന്ന് പറയുന്നത് പോലെ മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതിനകത്ത് വിഷയത്തിലേക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വരാം. ഒന്ന്, PV അൻവർ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന വിഷയം, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ അവസാന ഭാഗം കാണാൻ പറ്റിയില്ല, ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന വിഷയം കാരണം കാണാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വളരെ പ്രസക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വലിയൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന വിഷയവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്, ഒരു ഫാമിലി, ഒരാൾ ഗൾഫിൽ നിന്ന് വന്നു, അയാൾ റെസ്റ്റോറൻറ്റിലെന്തോ ഇരിക്കുമായിരുന്നു. അപ്പോൾ വാപ്പയും ഉമ്മയും ഒക്കെ കൂടെയുണ്ട്. അപ്പോൾ പോലീസ് പെട്ടെന്ന് കടന്നു വന്നു, അയാളോട് ബാത്റൂമിലേക്ക് വരാൻ പറഞ്ഞു. അയാൾ ക്യാരിയർ ആയിരുന്നു, സ്വർണ്ണം ഉണ്ടായിരുന്നു. അയാൾ ഗുഹ്യഭാഗത്ത് സ്വർണ്ണം കൊണ്ടാണ് വന്നത്. അത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു, പോലീസ് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഇതാണോ അൻവറിനെ വേദനിപ്പിച്ചിരിക്കുന്ന വിഷയം? നോക്കൂ, കള്ളക്കടത്ത് മുതലിന് ആർക്കും പരാതി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരോ ഒന്നെങ്കിൽ ആരുടെയോ പരാതി അല്ലെങ്കിൽ സ്വന്തം പരാതിയാണോ എനിക്കറിയില്ല, അതുമായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. ഇത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന വിഷയമാണ്. അത് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം അതല്ല, ആ കള്ളക്കടത്തുകാരനെ എന്ന് തന്നെ പറയാമല്ലോ, അല്ലേ? ഗുഹ്യഭാഗത്ത് സ്വർണം ഒളിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ആളെ കള്ളക്കടത്തുകാരെന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അൻവർ അയാളെ വിശേഷിപ്പിച്ചിരിക്കുന്ന എന്താണ്? ആ കുട്ടി എന്നാണ്. ആ കുട്ടി 4-5 വർഷം കൂടിയിട്ട് നാട്ടിലേക്ക് വന്നതാണ്. എന്താണ്? ഈ സ്വർണത്തിന്റെ ക്യാരിയറായിട്ട്. അപ്പൊ എനിക്കിത് അൻവറിന്റെ സെന്റിമെന്റ്സ് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയ കള്ളക്കടത്തുകാർ എന്ന് വിളിക്കാൻ കഴിയുന്ന ആളുകൾ അവരുടെ ഗതികേട് കൊണ്ടോ മറ്റെന്തുകൊണ്ടോ അത് വിഷയമല്ല. ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയാൽ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. പക്ഷെ അവിടുത്തെ കാതലായ പ്രശ്നം എന്താണ്? ഒന്ന്, കസ്റ്റംസ് പിടിക്കാതെ വരെ വിടുന്നു, എന്നിട്ട് പോലീസ് പിടിക്കുകയാണ്. പോലീസ് പിടിക്കുമ്പോൾ 900 ഗ്രാം സ്വർണം കൊണ്ടുവന്ന അവരുടെ അടുത്ത് നിന്ന് 526 ഗ്രാം മാത്രമാണ് കസ്റ്റംസിലേക്ക് കൊടുക്കുന്നത്. 374 ഗ്രാം മുക്കുകയാണ്. ഇങ്ങനെ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. കള്ളക്കടത്ത് നടത്താണ് ശരിയാണെങ്കിൽ. അല്ല, അഭിലാഷേ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ 2 വശമുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. ഒന്ന്, അൻവറിന് ഇത് വേദനിപ്പിക്കുന്നുണ്ട്. മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തണലിൽ നിന്നുകൊണ്ട് പോലീസ് ഇത് പൊട്ടിക്കുന്നു, അതിന്റെ വീതം ശശിക്ക് കൊടുക്കുന്നു എന്നാണ് അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ കള്ളക്കടത്തുകാര്, മറുവശത്ത് കള്ളക്കടത്തുകാരുടെ സ്വർണം മോഷ്ടിക്കാൻ നടക്കുന്ന പോലീസുകാർ. ഇനി പോലീസുകാരുടെ ഉദ്ദേശശുദ്ധിയാണോ, അല്ല എന്താണ്, ഈ ഇതിന്റെ റാക്കറ്റിനെ തകർക്കാനാണോ, ഇനി അവർക്ക് അതിന്റെ വീതം പറ്റാനാണോ, വാട്ട് എവർ, ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ കേരള. ഇത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തിനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ഒന്ന് പറയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പോലീസ് RSS ബന്ധം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എനിക്കറിയില്ല അഭിലാഷെ, പോലീസ് RSS ബന്ധം എന്താണെന്ന്. ഇത് ശ്രീ VD സതീശൻ, നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ ഒരു ആരോപണം, കുറച്ച് നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ ഒരു ആരോപണം വന്ന് പറഞ്ഞിട്ട് പോയത്. ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏതാണ്ട് 3 ആഴ്ചയായി. ഇതുവരെയായിട്ടും ആ ആരോപണത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എവിഡൻസുമായിട്ട് പ്രതിപക്ഷ നേതാവിന് വരാൻ സാധിച്ചിട്ടില്ല. പിന്നീടുള്ള പത്രസമ്മേളനങ്ങളിൽ മുഴുവൻ അദ്ദേഹം സ്ഥിരമായി കിടന്ന് ഉരുണ്ട് കളിക്കുന്നതാണ് കാണുന്നത്. ഇതേ ആരോപണത്തിന് മാർക്കറ്റ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ PV അൻവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഏറ്റെടുത്തു. അതിനും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം.